2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് 5ാം മന്ത്രി വിവാദം വീണ്ടും ഉയർത്തി CPIM. UDF അധികാരത്തിലെത്തിയാൽ സാമുദായിക അവകാശവാദങ്ങൾ വർദ്ധിക്കുമെന്ന് A. റഹീം MP ആരോപിച്ചു. ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ സാമുദായിക ഡിമാൻഡുകൾ വർദ്ധിപ്പിക്കുമെന്നും A. റഹീം കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് A. റഹീമിന്റെ വിമർശനം. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചാൽ സാമുദായിക അവകാശവാദങ്ങൾ അധികരിക്കും. മുന്നണിയിൽ ലീഗ് മാത്രമുള്ളപ്പോൾ 5 മന്ത്രിമാരെ ആവശ്യപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൂടിയാകുമ്പോൾ സമുദായത്തിന്റെ ഡിമാൻഡുകൾ വർദ്ധിക്കുമെന്നാണ് റഹീം പറയുന്നത്. ആരുമായി സന്ധി ചേരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല എന്ന രീതി ഉണ്ടാകുന്നു. ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ഇവർക്കുമേൽ മേൽക്കൈ ഉണ്ടാകുന്നു. ആ മേൽക്കൈ സമുദായത്തിലാകെ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ശ്രീ VD സതീശൻ ഈ മതരാഷ്ട്രവാദികൾക്ക് മുമ്പിൽ വണങ്ങിയിരിക്കുന്നത്. ഇതിന് കോൺഗ്രസിന് വില കൊടുക്കേണ്ടി വരും. ഇതൊന്നും ഇല്ലാതിരുന്ന ലീഗിന് ഈൽഡ് ചെയ്ത് ഭരിച്ച ചരിത്രമാണ് കേരളത്തിലെ UDF ഗവൺമെന്റുകൾക്കെല്ലാം ഉള്ളത്. 5ാം മന്ത്രി വിവാദം നമ്മളാരും മറന്നിട്ടില്ല. വരും തെരഞ്ഞെടുപ്പുകളിൽ CPIMന്റെ തുറുപ്പുചീട്ടാകാൻ പോകുന്ന സമുദായ കാർഡിറക്കുകയാണ് റഹീം. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നും മാത്രമാണ് ലീഗിന് ആഗ്രഹമെന്നും റഹീം കുറ്റപ്പെടുത്തി. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും CPIMന് സമുദായ കാർഡ് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ.